വെൽക്കം ടു പ്രിയ വേൾഡ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് ആണ്. അത് ഉണ്ടാക്കുന്നത് ചിരട്ടയും തേൻ മൂടിയും വെച്ചാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഉരസ പേപ്പർ വെച്ച് അതിന് നല്ലവണ്ണം ഒന്ന് ചിരട്ടി നല്ലവണ്ണം ക്ലീൻ ആവുന്ന പോലെ ഒന്ന് ഉരക്കുക. ഇപ്പോഴേ നല്ലവണ്ണം ക്ലീൻ ആയില്ലെങ്കിൽ കുറേയൊക്കെ അത് നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിന്മേ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റ് അടിക്കാം. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിന്മേക്ക് ഇനി നമ്മൾ ഇഷ്ടമുള്ള കളർ വെച്ച്, ഫാബ്രിക് ആയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഫാബ്രിക് കളറില്ലേ, ഫാബ്രിക് അതായാലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും അടിച്ചെടുക്കുകയല്ല, ഒന്ന് കുത്തായിട്ട് അടിച്ചെടുക്കൂ. ഇതാ ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമാണ്, ഉണങ്ങിയിട്ടുണ്ട്. കണ്ട് രതിമത്ത് കുത്തി. ഇനി എൻ്റെ ഉപ്പത് ഡ്രില്ല് കൊണ്ടുവന്ന് ഓട്ടാക്കി തന്നിട്ടുണ്ട്. അതിമേ വെച്ച് കെട്ടാനാണ്. നിങ്ങൾ ഓട്ടാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ച് കളർ വെച്ചാണ്ട് തന്നെ ആക്കിയാലും മതി. കാരണം ഞാൻ ഡ്രില്ല് കൊണ്ട് ഓട്ടാക്കിയത് ഞാൻ ഡ്രില്ല് കൊണ്ടാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. ഇപ്പോൾ 10 ചിരട്ട പോലും അടിച്ചെടുത്തിട്ടുണ്ട്. 12 ചിരട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഫാൻ മൂടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ചിരട്ടിയിലേക്ക് നമുക്ക് മണ്ണ് നിറച്ചെടുക്കാൻ ഞാൻ മണ്ണ് നിറക്കുകയാണ്. ആ ചിരട്ടികളിലെല്ലാം പിന്നെ എല്ലാ ചിരട്ടകളിലും മണ്ണ് നിറക്കുകയാണ് കേട്ടോ. ചെടി കുച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മണ്ണ് നിറക്കുകയാണ്. നിങ്ങൾ ഓട്ടയാക്കുകയാണെങ്കിൽ മണ്ണ് നിറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണ് നിറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കയർ കെട്ടേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും മണ്ണ് നിറക്കാൻ. പിന്നെ ഇത് കണ്ടില്ലേ, ഓൾസ് കണ്ടില്ലേ, ഓൾസ് കണ്ടില്ലേ, ഈ ഓൾസിലൂടെ ഇടണ്ട. ഈ മണ്ണിലൊക്കെ മൂടി പോകും പിന്നെ ആ ഓൾസുകൾ. അത് കാരണം നിങ്ങൾ ഓൾസിലൂടെ കയറ്റി കെട്ടിയതിന് ശേഷമാണ് മണ്ണ് നിറയ്ക്കേണ്ടത്. അതിപ്പോൾ ഞാൻ ഇനി ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഒറ്റത് കെട്ടിയിട്ടുണ്ട്. ഇനി അത് ഉക്കുമ കുളത്തിടാൻ കുറച്ചുകൂടി കെട്ടണം. തട്ടായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇതിലും നമ്മളിപ്പോൾ ഈ ഫാൻ്റെ സാധനം ഉണ്ട്. ഇതിന് നമ്മൾ ചെടി കുഴിച്ചാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കാരണം ഇതിന് ഞാൻ ഈ സൈഡിൽ മാത്രം ഒരു ചെറിയ കവർ വെച്ച് മൂടണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാക്കാണ് നല്ലത്. കവറായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കവറിന് ഓട്ട കുത്തി കൊടുക്കണം, ഇടയിലൊക്കെ ഓട്ട ഉണ്ടാക്കി കൊടുക്കണം. അതിൽ കൂടെ ചിലപ്പോൾ മണ്ണ് ചിന്താൻ സാധ്യതയുണ്ട്. സാരമില്ല. പിന്നെ ഇതിലേക്ക് ചകിരി വെക്കട്ടോ. ഉള്ളിൽ ചെറിയ ഓട്ടകളുണ്ടല്ലോ, അതിലേക്ക് ചകിരി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേൽ മണ്ണ് ഇങ്ങനെ ഇട്ടാണ്ട് ഫുൾ മണ്ണാക്കുക. പിന്നെ ഇതായി ചിരട്ട ഉണ്ടല്ലോ, ചിരട്ടയാണത്. ഇതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിലത്തൊക്കെ കുറേ മണ്ണൊക്കെ ചിന്താൽ മതി. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാക്കരുത്. എല്ലാത്തിലും ഞാൻ ഇവിടെ 10 ഇങ്ങനെ ഉണ്ടാക്കിയത്. എങ്ങനെ ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതാ ഒന്നുകൂടി അയിമേൽ ഒന്ന് കൊടുക്കാനുണ്ട്. ഇത് അപ്പം എല്ലാത്തിലും ഇതിലുള്ള എല്ലാം ഫുൾ ക്ലീനിങ് ആയിട്ട് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. ചിരട്ടകളൊക്കെ അവിടെ തന്നെയുണ്ട്. ഞാൻ എന്തും കാട്ടിയില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതാണ് എൻ്റെയും കാട്ടിയെന്ന്. ഞാൻ എത്തും കാട്ടിയില്ല ചിരട്ടകളൊന്നും.
ഇതാണ് അത്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനത്തെ സംഗതിന്ന്? ബക്കറ്റിനെ മേലാണ് വെച്ചാൽ ഉണ്ടാക്കിയാൽ ശരിക്കും ക്ലീനായി നിൽക്കും. അങ്ങനെയൊന്നുമില്ല, എന്ത് മേലെ വെച്ചാലും മതി. പക്ഷെ ഞാൻ ബക്കറ്റുമ്പോൾ വെച്ചെന്ന് മാത്രം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മണ്ണാണ് ഇത് നല്ലത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മണ്ണൊക്കെയാണ്. ഇനി ഇതിൽ നമുക്ക് പത്തനി മുല്ല എന്നൊരു മുല്ലയുണ്ട്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവില്ലേ? നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ നിറയെ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നിറയെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ കുറച്ച് ചെടികളേ ഉള്ളൂ. എല്ലാ ചെടികളൊക്കെ കളപ്പിലായിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ഇതാക്കുന്നത് പത്തനി മുല്ല. ഇതിൻ്റെ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്താ നിങ്ങളതിൻ്റെ പൂക്ക്? എൻ്റെ പൂവാണിത്. ഇതാ ചീഞ്ഞ് മഴയല്ലായിരുന്നു, അപ്പം ചീഞ്ഞിട്ടുണ്ടാക്കാൻ ഞാൻ വേറെ കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ എന്ന് ഇത് വിരിയാറുണ്ട്. ഇത് എടുത്തു നിന്ന് നമ്മൾ ശരിക്കും കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഭയങ്കര രസം, നല്ല രസമാണ്. പക്ഷെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ അത് ഉണ്ട്, അതൊക്കെ ഒഴിവാക്കലാണ്. കാരണം വെച്ചാൽ ഇത് നല്ലോണം ഉണ്ടായി പടർന്ന് പിടിച്ചുണ്ടാക്കും. നല്ല വണ്ണുണ്ടാക്കും, നല്ല ഭംഗിയായിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. നിങ്ങളെ വീട്ടിൻ്റെ അടുത്തെല്ലാം ഉണ്ടാകാൻ മതി. ഇത് പരന്ന് പിടിക്കുന്ന സാധനമാണ്, വേഗം ഉണ്ടാകും. ഇതിന് പിന്നെ വിത്തുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വിത്തുണ്ടായ വിത്ത് ഇത് എല്ലാ ടൈപ്പിലും ഉണ്ടാകും. മഞ്ഞുണ്ട്, ഓറഞ്ചുണ്ട്, റോസ് ഉണ്ട്, വെള്ളമുണ്ട്. ഉണ്ടായിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് പൂ വിരിഞ്ഞിട്ടില്ല. ഇതാണ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒരു വെള്ള കണ്ടേക്കാലം. റോസിനും മഞ്ഞക്ക് അങ്ങനെയൊന്നുമില്ല. ഇതാണ് ഉണ്ടായിട്ട് വീഴുന്ന സാധനം. അങ്ങനെ കാണുന്നുണ്ടോ? ഇതാണ് പൊന്തായിട്ട് ഉണ്ട്, റോസാപ്പൂവിൻ്റെ പോലെ. ഇതുണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷെ ഒന്നും വിരിഞ്ഞിട്ടില്ല. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പൊന്ത വരിയുന്ന ചെടിയാണ് കുഴിച്ചിടാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിക്കുകയാണ് അതിന്മേൽ കുഴിച്ചിടാൻ. എന്നിട്ട് കുറച്ച് ഇതുള്ളതായിരുന്നു അതാണ് എൻ്റെ വീട്ടിലുള്ളത്. ഇതിന്മേൽ കുഴിച്ചിടുകയാണ്. ഞാൻ പകുതി ഇതുണ്ടല്ലോ, ഈ കണ്ടൽക്കാടിന്റെ പോലെ ഇതുമാണ് കുഴിച്ചിടുന്നത്. ഇതിലിപ്പോൾ ഞാൻ മഞ്ഞ, പിന്നെ ഒരു കഷ്ണം വെള്ള, ഒരു കഷ്ണം റോസ്, ഒരു കഷ്ണം ഉണ്ട റോസില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിന്നെ അത്. ഇങ്ങനെ നിങ്ങൾ എല്ലാത്തിലും കുഴിച്ചിടണം കേട്ടോ. ഇതിങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒന്നിൽ തന്നെ ഫുള്ളായിട്ട് കുഴിച്ചിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുക. ഇതായിപ്പോൾ നമ്മൾ ചെടി കുഴിച്ചിട്ടൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇനി ചെടി കുഴിച്ചിട്ടാണ് വേറൊരു സാധനം ഞാൻ കാണിച്ചത്. ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ചിരട്ടിന് പകരം വാങ്ങിയതാണ്. നല്ല ഭംഗിയൊന്നുമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയൊക്കെ ഉള്ള സാധനമാണ്. ഇത് ഞാൻ ചെടി കുഴിച്ചിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ തൂക്കിയിട്ടല്ല അത് അങ്ങനെ ഉണ്ടാകും. അങ്ങനെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ തന്നെ കവങ്ങി പോകുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല വെരി ഭംഗിയ. നിങ്ങളുടെ അപ്പം ഇതുപോലെ തന്നെയായിരിക്കും. നിങ്ങളുടെ ഈ പാട്ട് വാങ്ങിയാൽ അതും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.